ഹായ് ഹലോ നമസ്കാരം. മനോഹരമായൊരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ഇങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം, കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ എല്ലാം ദൂരത്തിലായി കിഴക്കമ്പലം 2020 പഞ്ചായത്ത് ബസ് റൂട്ടിൽ നിന്നും കേവലം ഒരു 100 മീറ്റർ മാത്രം ദൂരത്തായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യമെല്ലാം, അതായത് ബസ് റൂട്ടിൽ നിന്ന് നേരെ വരുന്ന ഒരു റോഡ് സൗകര്യമുള്ള വീട് ആണിത്. മാത്രമല്ല 5 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2500 സ്ക്വയർ ഫീറ്റ് നൽകിയിരിക്കുന്നു. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച ഈ മനോഹരമായ വീട് നല്ല വീതി കൂടിയ ഒരു പ്ലോട്ടിലാണ് പണി കഴിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വീട് നല്ല വലിപ്പം, ഒരു 7 സെൻറ്റിൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല വലിപ്പത്തിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2500 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 8 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. എടപ്പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു 13 കിലോമീറ്ററോളം ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്റർ ദൂരവും, മാത്രമല്ല കിഴക്കമ്പലം ടൗണിലേക്ക് ഒരു 1.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. കളമശ്ശേരിയിലേക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്റർ ദൂരം മാത്രമാണ് കളമശ്ശേരിയിലേക്ക് വരുന്നുള്ളൂ. മനോഹരമായ ഒരു ഗാർഡനെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വശത്ത് വീടിൻ്റെ ഫ്രണ്ട് മതിൽ പകുതിയോളം GS കോട്ടൂബിലാണ് അതിൻ്റെ പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഡിസൈൻ. ഈ ഒരു ഭാഗം ഇവിടെ എല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈഡ് വശത്തേക്ക് പോയ ഇവിടെയെല്ലാം പ്ലാന്റുകൾ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. വീടിന് ചുറ്റും ടൈലുകളെല്ലാം പാകി മനോഹരമാക്കിയിരിക്കുന്നു. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം സൈഡ് വശങ്ങളിലെല്ലാം നൽകിയിരിക്കുന്നു. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് വരുന്ന കിണർ വെള്ളമാണ് കേട്ടോ. മാത്രമല്ല KW കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏതൊരു ഭാഗത്തേക്കും, എക്സാമ്പിളായി നമുക്ക് പെരുമ്പാവൂർ ഭാഗത്തായും ആലുവ ഭാഗത്തേക്കായാലും ഇടപ്പള്ളി, തൃപ്പൂണിത്തുറ, കൂടാതെ കാക്കനാട്, ഈ ഭാഗത്തേക്കൊക്കെ എല്ലാം ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു മുൻവശം വീടിന് അവൈലബിൾ ആണ്. 2 കാറുകൾ ഈ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. തീർത്തും ശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം പടിഞ്ഞാറ് ദിക്കിലേക്കാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് നേരെ 2 പാളികളിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന ലിവിങ് സ്പേസ് ആണ്. അത്യാവശ്യം സ്പേഷ്യസ് നൽകി തന്നെയാണ് ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് ക്വാളിറ്റിയുള്ള ഐറ്റംസ് മാത്രം. ഫ്ലോറിങ്ങിലെല്ലാം പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 12 പേർ കപ്പാസിറ്റി ഡൈനിങ് ടേബിളെല്ലാം നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു വലിയൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. മൾട്ടിവുഡിലാണ് ഈ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിൽ ഒരു കോർണറിലായി ഒരു ടേബിൾ വാഷ് കൗണ്ടറെല്ലാം നൽകിയിരിക്കുന്നു. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. കട്ട്ലറി, ക്രോക്കറികളെല്ലാം പ്രത്യേകം സൂക്ഷിക്കാനുള്ള ഒരു കബോർഡ് വർക്കുകളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ജാഗോറിൻ്റെ ആണ് ഇവിടെ സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ജാഗോർ ബ്രാൻഡാണ്. മാത്രമല്ല ഒരു മിററെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നമുക്ക് കാണാം നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കിച്ചണിലേക്ക് വന്നാൽ നല്ല സ്പേഷ്യസായ കിച്ചൺ ഇവിടെ അവൈലബിൾ ആണ്. വലിയ ഒരു കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കബോർഡ് വർക്കുകളെല്ലാം ഭംഗിയാക്കിയിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇവിടെയും വർക്കിംഗ് ടേബിൾ, കബോർഡ് വർക്കുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. കവേഡായി നല്ല ഭംഗിയിലാണ് ഈ ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യം നൽകി തന്നെയാണ് കിച്ചണെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ കൂടാതെ വർക്ക് ഏരിയയും എല്ലാ സൗകര്യത്തോടു കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ഈ ഒരു ഭാഗമെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 2 ബെഡ്റൂമുകളാണ് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് കാണാം ഡോറുകളെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. സിമ്പിളായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വലിയൊരു വാൾഡ്രോബ് സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു 5 കമ്പാർട്ട്മെൻറ്റായി തിരിച്ച ഒരു വാൾഡ്രോബ് സൗകര്യം, വലിപ്പമുള്ള വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു ഡ്രസ്സിങ് യൂണിറ്റും അവൈലബിൾ ആണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം വരുന്നുണ്ട്. നല്ല സ്പേഷ്യസായ മനോഹരമായ ബാത്റൂം, നല്ല ലക്ഷറി ഫീൽ നൽകുന്ന ഒരു ബാത്റൂമാണ്. കൺസീൽഡായിട്ടാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ, ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വർ ബ്രാൻഡ് തന്നെയാണ്. മാത്രമല്ല എക്സോസ് സൗകര്യങ്ങളെല്ലാം പ്രത്യേകം നൽകിയിരിക്കുന്നു. നേരെ നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയാൽ സെക്കൻഡ് ബെഡ്റൂമും നല്ല സ്പേഷ്യസായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 12 അടി വീതിയും 15 അടി നീളവുമായാണ് ബെഡ്റൂമുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഇത് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുള്ളത്. മനോഹരമായ രീതിയിലാണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം, ഇപ്പോൾ വെളിച്ചം ലഭിക്കുന്ന, നമുക്ക് കാണാം നല്ല വെളിച്ചം ലഭിക്കുന്ന ഒരു മെത്തേഡിലാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. വാൾഡ്രോബ് സൗകര്യം 5 പാളികൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഡ്രസ്സിങ് യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ബാത്റൂം നമുക്ക് അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല നേരത്തെ നമ്മൾ കണ്ടുപോലെ ബെഡ്റൂമിൻ്റെ അതേ സൈസിലുള്ള ബാത്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. കൺസീൽഡായിട്ടാണ് ബാത്റൂം വാൾ മൗണ്ടായി സെറ്റ് ചെയ്തിരിക്കുന്നു. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് നമുക്ക് കാണാം മനോഹരമായ രീതിയിലാണ് GIയിൽ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് നല്ല ഭംഗിയിലാണ് വുഡും GI സ്ക്വയർ ട്യൂബുമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. വളരെ ഭംഗിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു ഭാഗമെന്ന് തന്നെ പറയാം. ഇവിടുത്തെ സ്റ്റെയർകേസാണ്. നല്ല സ്റ്റെയർകേസ് നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. വാളുകൾ ഓപ്പൺ ആക്കി ടഫ് ആൻഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ അപ്പർ ലിവിങ് ഏരിയ, ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഈ ഒരു ഏരിയ നല്ല സ്പേഷ്യസായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാളുകളെല്ലാം ഓപ്പൺ ആക്കിയാണ് നൽകിയിരിക്കുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ബാൽക്കണിയിലേക്ക്, നല്ല സ്പേഷ്യസ് ബാൽക്കണിയിലേക്ക് എക്സിറ്റ് വരുന്നുണ്ട്. UPVC ഡോറാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ടഫ് ആൻഡ് ഗ്ലാസും യൂസ് ചെയ്തിരിക്കുന്നു. GI സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് ഇവിടുത്തെ ഹാൻഡ് റെയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസായി തന്നെ, അതാണ്ട് ഒരു 13 അടി വീതിയും 15 അടി നീളവുമായാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ബേ വിൻഡോ നൽകിയിരിക്കുന്നു. ഇവിടെ എല്ലാം ടഫ് ആൻഡ് ഗ്ലാസ് ഉപയോഗിച്ച് UPVC ഡോറ് നൽകിയിട്ടുണ്ട്. നേരെ ഡയറക്റ്റ്ലി ബാൽക്കണിയിലേക്ക് ആക്സസ് ലഭിക്കുന്ന ഒരു മെത്തേഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാൾഡ്രോഫ് ഒരു 5 പാളികളുടെ വാൾഡ്രോഫാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല ഡ്രസ്സിങ് യൂണിറ്റ് അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ബാത്റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൺസീൽഡായിട്ടാണ്. വാൾ ടൈൽസുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മനോഹരമായ ജാഗ്വർ ബ്രാൻഡാണ് ഇവിടെ സാനിറ്ററി ഫിറ്റിങ്സുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയാൽ നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ് നമുക്ക് ലാസ്റ്റ് ബെഡ്റൂമായി ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ സിമ്പിളായി തന്നെ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ കൂടാതെ ഒരു യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് അവൈലബിൾ ആണ്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ചെറിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് വീട് നിർമ്മിച്ചത്. ഡയറക്റ്റ്ലി നമുക്ക് ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ബസ് റൂട്ടാണ്. എറണാകുളം കാക്കനാട് ബസ് റൂട്ടിലേക്ക്, കാക്കനാട് പോകുന്ന ഇൻഫോ പാർക്ക് വഴി പോകുന്ന ബസ് റൂട്ടിലേക്ക് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. 5 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2500ഓളം സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച ഈ വീടിൻ്റെ വില ഭാഗത്തേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 1,20,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കല്ലേ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.